ഇന്ന് എത്രാമത്തെ ദിവസമാണ്? ഫസ്റ്റത്തെ ദിവസം കേട്ടോ മക്കളെ. ഹായ്. പിന്നെ ഇന്ന് ഫസ്റ്റ് ദിവസമാണ് നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ടായി. ഇവിടെ നമ്മൾ വണ്ടി തിരിക്കാൻ പോകാം. നമ്മുടെ ഈ റോഡിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തന്നെ നമ്മൾ തിരിപ്പിക്കുകയാണ്. ഇപ്പൊ നീ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ എന്താ സംഭവിക്കുക? ഒന്ന് എടുത്ത് നോക്കിയോ ബ്രേക്ക്. ഒന്ന് എടുത്ത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, ബാക്കോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ച് വരണം. ഓക്കെ, അപ്പൊ നീ ഇന്ന് ആദ്യത്തെ ദിവസമാണ്, നീ ബൈക്ക് ഓടിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിനക്കിത് നിന്നെ വെച്ചിട്ട് എന്നെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് ഒന്നും ഓടിക്കാത്തവർക്കാണ് ഇപ്പൊ ഇത് കിട്ടൂല. അപ്പോൾ മെല്ലെ ക്ലച്ച് പൊക്കി ഒരു വൈബ്രേഷൻ ഉണ്ട്. തിരക്കില്ല, അങ്ങോട്ട് നോക്കൊന്നും വേണ്ട. ഉപ്പിച്ച് ഉറപ്പിച്ച് വെച്ച് ക്ലച്ച് മെല്ലെ പൊക്കി ഒരു വൈബ്രേഷൻ കിട്ടും. ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വൈബ്രേഷൻ കിട്ടിയോ? കിട്ടി. അത്ര പൊക്കൽ ഒരു 100 ചവിട്ടി കൊടുത്താണ്. ഇതാണ് നമ്മുടെ എന്ത് വൈബ്രേഷൻ, ഹാഫ് ക്ലച്ചിന്റെ തുടക്കം. ഇനി ഇവിടെ നമ്മൾ ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒന്ന് കാലെടുത്ത് വെക്കുക. എടുത്തു മാറ്റിക്ക്. ഇപ്പൊ വണ്ടി ഒന്നും കൊടുക്കണ്ട. ക്ലച്ച് ബ്രേക്ക് വേണ്ട, ആക്സിലേറ്റർ വേണ്ട. ക്ലച്ച് താഴോട്ട് കൂട്ടിയാൽ വീണ്ടും നമ്മൾ അതേപോലെ. ഇപ്പൊ നമ്മുടെ വണ്ടി എങ്ങനെ നിൽക്കണേ വീഡിയോയിൽ കാണുന്നുണ്ടോ? അവൻ ക്ലച്ചിലാണ് നിൽക്കണേ. നമുക്ക് ഇവിടെ വണ്ടി തിരിക്കാൻ പോവാണ്. ബ്രേക്ക് ഔട്ടരുത്. ഇനി ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് ഇട്ടു. ഓക്കെ, മെല്ലെ ക്ലച്ച് ഒരു 100 പൊക്കുവാണ്. എടുത്ത് ഓടരുത് കേട്ടോ, ഓടിയ ഓഫ് ആവും. പിടിക്കുക ഓട്ടോഷോ പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നിനക്ക് അറിയണോ എന്താ വെച്ചാൽ ബൈക്ക് ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിന്നെ തന്നെ വെച്ച് എടുപ്പിക്കണേ. ഇത് അറിയണവർക്ക് വേണ്ടിയും അറിയാത്തവർക്ക് വേണ്ടിയും ജസ്റ്റ് ഞാൻ എനിക്ക് അറിയും പോലെ പറയുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ആക്സിഡന്റ് കൊടുക്കണ്ട. ക്ലച്ച് മെല്ലെ ഒരു 100 കൂടെ പൊക്കി. യെസ്, അങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ, പേടിക്കണ്ട കേട്ടോ. ഒരു പൊടിക്കും കൂടെ പൊക്കിക്കും, ഒരു പൊടിക്കും കൂടെ. അപ്പൊ ഇവിടെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്ന സമയം എവിടെയുണ്ട്? ക്ലച്ചിലുണ്ടോ? ഉണ്ട്. അങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ, പൊക്കോട്ടെ, പേടിക്കണ്ട. അങ്ങനെ പൊക്കോട്ടെ. അങ്ങനെ നമ്മൾ ഓടിയോ നോക്കിയിരിക്കും കേട്ടോ. അപ്പൊ മെല്ലെ ഒന്നുമില്ല, ബുദ്ധിമുട്ട് വന്നാൽ ബ്രേക്ക് അല്ല ഓട്ടണം, ക്ലച്ച് ഓട്ടണം, ബ്രേക്ക് അല്ല. ഓക്കെ, മുന്നോട്ട് നോക്ക്, വണ്ടി പോവും. ബ്രേക്കിന് കാലെടുക്ക്, മെല്ലെ എടുക്ക്, പേടിക്കണ്ട. നീ നിനക്ക് പറ്റണോ നോക്ക്, മെല്ലെ. ഓക്കെ, ഇനി മെല്ലെ ഒന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ഔട്ട് പോലെ. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒടിഞ്ഞു വന്ന് നമ്മുടെ വണ്ടി ഇപ്പൊ എന്തായി? നേരെയായി. അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് ഓൾറെഡി ഇങ്ങനെ പിടി. എങ്ങോട്ടായിരുന്നു ഓടിച്ചു? മറന്നുവല്ലോ. ഓക്കെ, ഇങ്ങനെ ഇരുന്നേ. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ വളഞ്ഞു വന്ന് നമ്മൾ നമ്മുടെ ട്രാക്കിലോട്ട് നോക്ക്, വണ്ടി ഏകദേശം നേരെയായി. അപ്പൊ ഈ മാരുതി നമ്മൾ നോക്കണം. ഓക്കെ, ഒന്ന് നേരെയാക്കി സ്റ്റിയറിംഗ് നേരെയാക്കി. അതാണോ നേരെ മാരുതി? ഓക്കെ, ഇതാണ് നമ്മുടെ മാരുതി നേരെ. അപ്പൊ അത് ഒന്നും കൂടെ തിരിക്കാണ്ട് ഫുള്ള് ലോക്കാക്കി കഴിഞ്ഞാല് 2 പ്രാവശ്യം മാരുതി വരണം. ഇപ്പൊ നേരെയായി. ഇനി നീ ബ്രേക്കിന് കാലം എടുക്കും. അപ്പൊ ക്ലച്ചിൽ ഇങ്ങനെ ഓടി വന്ന വണ്ടി ഒരു സുപ്രാതി നിർത്തേണ്ട വന്നാൽ ബ്രേക്ക് അല്ല ചവിട്ടേണ്ട. ആദ്യം എന്ത് ചെയ്യണം? ആ പൊക്കി വെച്ച ക്ലച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? താത്തണം. എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്രേക്ക് ചവിട്ടാൻ പാടുള്ളൂ. അല്ലാതെ പേടിക്കണ്ട കേട്ടോ. പേടിക്കേണ്ട കാര്യം ഉണ്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ? ഇല്ല. ഓക്കെ, ഹാപ്പിയാണോ? വരുന്നോടെ വരെ നിനക്ക് എന്തായിരുന്നു? പക്ഷെ നമ്മളിപ്പോ ഈ ഇവിടുന്ന് ഇപ്പൊ എടുത്ത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ നിന്റെ ഉള്ളിലുള്ള പേടി എന്ന് പറഞ്ഞ സംഗതി ഇതിപ്പോ കുഴപ്പമില്ലാന്ന് ഇപ്പൊ തന്നെ തോന്നുന്നില്ലേ? ഈ വീഡിയോന്റെ ഫസ്റ്റ് തൊട്ടുള്ള സ്റ്റാർട്ടിങ്ങിന് നമ്മൾ പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സാ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ബ്രേക്കിൽ നമ്മൾ മെല്ലെ കാലെടുത്തു. ഒന്നുമില്ല, വില ഒന്നും പിടിക്കണ്ട, നീ ഫ്രീ ആയിട്ടുണ്ടാവും. ഇനി ക്ലച്ചിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒറ്റപ്പൊക്കെ നോക്കാൻ പറ്റുമോ? അപ്പൊ ക്ലച്ചിനെ ഇല്ല, അതിനെ മെല്ലെ വൈബ്രേഷൻ ഇട്ടു. അങ്ങനെ പിടിച്ചു. അങ്ങനെ മുന്നിൽ ഇപ്പൊ വളയ്ക്കാനും തിരിക്കാനും ഇല്ല. ഇനി നമുക്ക് വണ്ടീന്റെ അകലം ഇപ്പൊ ഇത്രയും വണ്ടിക്ക് നീളം ഉണ്ടെങ്കിൽ ഈ ലെവലാകുമ്പോഴത്തേന് ഇനി നിനക്ക് ക്ലച്ച് വേണോ? നീ ഒന്ന് കാല് മാറ്റി വയ്ക്കുക. ഓക്കെ, നീ ഇപ്പൊ ആക്സിഡന്റ് ചവിട്ടിട്ടാണോ വണ്ടി പോണേ? ക്ലച്ച് ചവിട്ടിട്ടാണോ വണ്ടി പോണേ? നീ ആക്സിഡന്റോ ബ്രേക്കോ ക്ലച്ചോ എന്തെങ്കിലും ചവിട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ മെല്ലെ ഇനി ആക്സിഡന്റ് മെല്ലെ പോകണം. മെല്ലെ ആക്സിഡന്റ് കൊടുത്തു, മെല്ലെ കൊടുത്തു. ഈ വർത്താനത്തിന്റെ ചിലപ്പോൾ നമ്മൾ ഈ എടുത്തപ്പോൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇല്ല. അതിലാരും കുറ്റം പറയരുത്. ഇതിപ്പോ ജസ്റ്റ് പഠിപ്പിക്കും കേട്ടോ. അപ്പൊ ഞാൻ ചിലപ്പോൾ അവിടെ എത്തിന്ന് വരൂല. ഓക്കെ, അപ്പോൾ മെല്ലെ പോകണം. ഇനി ഞാൻ നിന്നോട് പറഞ്ഞു, ഇതിനും മേലെ നമുക്ക് ഇനി ഈ ഗിയറിൽ ആക്സിഡന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനും മേലെ കൊടുക്കണമെങ്കിൽ നീ ഏത് ഗിയറിൽ പോകുമ്പോഴാണ് വേണ്ടേ? സെക്കൻഡ്. അപ്പൊ നീ ഇപ്പൊ സെക്കൻഡിൽ ഇടണ്ട. നീ ഈ ഗിയറിൽ മെല്ലെ ഇത്ര സ്പീഡാണ് നിന്റെ ഏറ്റവും ടോപ്പ് സ്പീഡ് ഇതാ. നമുക്ക് ഇന്ന് 1 എഴുതിയാൽ മതി. ആ 1 എഴുതി വൃത്തിയാക്കി പഠിച്ചിട്ട് നമ്മൾ 2 എഴുതും, അങ്ങനെ 3 എഴുതും. അല്ലാതെ 10 വരെ നമ്മളിപ്പോൾ എന്തില്ല എഴുതില്ല. ഒന്നുമില്ല, മെല്ലെ കൈ വിട്ട് തിരിച്ചോ. സ്മെല്ല് എന്നിട്ട് മുന്നോട്ട് നോക്കിയാൽ മതി. ആ സീബ്ര ഇതില്ലേ, ആ കലിങ്ങിന്റെ അത്ര അവിടെ ആ വളഞ്ഞു വരുമ്പോ ഇനി അങ്ങോട്ടല്ല നോക്കട്ടെ. പോസ്റ്റ് നമ്പർ 61 അതിന്റെ ചോട്ടിൽ ആ വരന്റെ ഫുള്ളിന്റെ എൻഡിങ്ങിന്റെ അങ്ങോട്ട്. അങ്ങനെ ഇതിന് മേലെ നീ എന്ത് ചെയ്യരുത്? ആക്സിഡന്റ് കൊടുക്കരുത്. അപ്പൊ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ഈ സ്പീഡ് മതി. സെക്കൻഡിൽ വരുമ്പോൾ നമ്മൾ എന്താവും? 10ന്റെ പോകും. അപ്പൊ ഗിയറിന്റെ ആ പവറും വാല്യൂ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇനി സെക്കൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത്ര പിടുത്തം ഉണ്ടാവൂല, വണ്ടി ഫ്രീ ആവും. അങ്ങനെയാണ് നമ്മുടെ ആ കല്ല് കിലോ വെയിറ്റ് പറഞ്ഞത്. അങ്ങനെ പൊക്കോട്ടെ. എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ? സന്തോഷമുണ്ടോ? അപ്പൊ നിനക്ക് നമ്മുടെ മക്കളോട് എന്താ പറയാനുള്ള? പേടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? ധൈര്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ സെറ്റ് ആവുമോ? തള്ളി മറിക്കുവാണോ? അനുഭവിച്ചറിഞ്ഞല്ലേ? ഓക്കെ, സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് പല പരിപാടി ഞാൻ വണ്ടിയിൽ പോകുന്നുണ്ട്, ജീപ്പിന്റെ കച്ചവടം ഉണ്ട്, അങ്ങനെ പലത് എന്തുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ
ഈ ഡ്രൈവിംഗ് പഠിപ്പിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ മക്കൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഓടിച്ചു പോകുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അത് മനസ്സറിഞ്ഞ് എനിക്ക് പറ്റും പോലെ ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കെന്നുണ്ട് 100% ഉറപ്പുണ്ട്. അപ്പോൾ മെല്ലെ ആക്സിഡന്റിന് കാര്യത്തിൽ ഒന്ന് ക്ലച്ച് ഓടിക്കും. ആക്സിഡന്റ് വേണ്ട, വേഗം ക്ലച്ച് ഓട്ടി ടപ്പ് മിന്നൽ പോലെ ന്യൂട്രൽ ആയിരിക്കും. മെല്ലെ സെക്കൻഡിൽ കാലെടുത്ത് ക്ലച്ചിൽ എടുത്തോ പൊക്കോട്ടെ മെല്ലെ പോ. ഇപ്പൊ എടുത്തു വന്നപ്പോ സ്പീഡ് എത്ര ഉള്ളൂ? 10ന്റെ താഴോട്ട് പോയി. പക്ഷേ അവിടെ ആ സ്പീഡ് ആക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ക്ലച്ച് ഓട്ടി ഇടുന്നതിന് വണ്ടി അവിടെ എന്താകും? നിന്ന് പോയത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഉള്ളൂ എന്ത്, ആ ക്ലച്ചിന് മെല്ലെ എടുക്കേണ്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗിയറിൽ നമുക്ക് എന്ത് ചെയ്യാം, നേക്ക് എടുക്കും. അപ്പം ബൈക്കിൽ നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ എടുത്ത് ബാക്കിയൊക്കെ അതേപോലെ നേക്ക്, അത് നമുക്ക് അറിഞ്ഞ് മനസ്സിലായി വരും. നിങ്ങൾക്ക് അറിഞ്ഞ് മനസ്സിലാൻ പറ്റും. കാരണം ഞാൻ ബ്രേക്ക് ചവിട്ടാനോ ക്ലച്ച് ചവിട്ടാനോ സ്റ്റിയറിംഗ് പിടിക്കാനോ ഗിയർ ഇടാനോ വരുന്നുണ്ടോ? ഇല്ല. ആരെ കൊണ്ടാ ചെയ്യിപ്പിക്കണേ? അപ്പൊ ഞാന് സാധാരണ പുറത്താണെങ്കിൽ ആ സാറുമാർ ഇച്ചിരിയും കൂടെ കെയറിങ് ഉണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയണില്ല. അവരത് ഫസ്റ്റ് ദിവസം ചിലപ്പോൾ ഇത്രയും റിസ്ക് എടുക്കില്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, എനിക്ക് സൗണ്ട് കൂടാൻ കാരണം ക്ലച്ച് ചവിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ ചവിട്ടി കഴിഞ്ഞാൽ എനിക്കത് പറയണ്ട, ഞാൻ അതും കൂടെ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കും. എന്താവും, എനിക്ക് സൗണ്ട് കൂടും, വർത്താനം എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു വളവ് ബുദ്ധിമുട്ടൊന്നും എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ മതി, നിങ്ങൾ പിടിച്ചു തന്നാൽ മതി. പക്ഷെ ഞാനത് നിങ്ങളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, മാക്സിമം ചെയ്യിക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ സംസാരം എന്തായിരിക്കും, ഇച്ചിരി കൂടുതലായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോ കാണാം.